ഹായ് ഫ്രണ്ട്സ്, ക്രിസ്മസ് ഒക്കെ അല്ലേ? ക്രിസ്മസ് ആയിട്ട് നമുക്ക് വൈൻ ഉണ്ടാക്കിയാലോ? അത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് എളുപ്പത്തിലൊരു വൈൻ ഉണ്ടാക്കുന്നത് കണ്ടാലോ? ആദ്യം 300 ഗ്രാം ഇഞ്ചി എടുത്ത് അത് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതിനുശേഷം നാരങ്ങ എടുക്കുന്നുണ്ട്. നാരങ്ങ 15 എണ്ണമാണ് കേട്ടോ എടുക്കുന്നത്. 15 എണ്ണം എടുത്തിട്ട് അത് പകുതിയായിട്ട് എടുത്തിട്ട് അത് നീരെടുക്കുന്നുണ്ടോ? നാരങ്ങ നീരെടുക്കുന്നുണ്ട്. 15 എണ്ണത്തിന് നീരാണ് കേട്ടോ എടുക്കുന്നത്. എല്ലാ വർഷവും ഇത് നമ്മുടെ വീട്ടിൽ ഒന്ന് ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്രാവശ്യം ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനാണ് കേട്ടോ ഇപ്രാവശ്യം വീഡിയോ എടുത്തത്. പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ 300 ഗ്രാം ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് 3-4 പ്രാവശ്യം നിങ്ങൾക്ക് കഴുകാം. 3-4-5 പ്രാവശ്യം നിങ്ങൾക്ക് കഴുകിയെടുക്കാം കേട്ടോ. അതിനുശേഷം അരമണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ എടുത്ത ഇഞ്ചിയില്ലേ, അത് ഈ രീതിയിലൊന്ന് വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുനുകുനാണ് വെട്ടി കൊടുക്കുന്നത്. പിന്നെ ഇതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഒരു പരുവം എത്തുമ്പോൾ നിങ്ങൾക്ക് ആ ചതച്ചത് നിർത്താം കേട്ടോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ക്രിസ്മസ് സീരീസൊക്കെ ഉടനെ അടുത്ത പാർട്ട് വരുന്നതായിരിക്കും. എല്ലാവരും കാണുക കേട്ടോ, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അതിനുശേഷം ചതച്ച ഇഞ്ചി സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഇത് കുറച്ച് സാധനങ്ങൾ വേണം കേട്ടോ, കുറച്ചധികം. പിന്നെ ഇനി അടുത്ത വൈൻ്റെ വീഡിയോ ഉടനെ തന്നെ, അടുത്ത വൈൻ ഉണ്ടാക്കുന്ന വീഡിയോ കൂടെ ഉടനെ തന്നെ വരുന്നതാണ് കേട്ടോ. ഇത് ഒറ്റ ദിവസം കൊണ്ടുണ്ടാക്കുന്നതല്ലേ, അത് കുറച്ച് ദിവസം കൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന അടുത്ത വൈനും കൂടെ വരുന്നതാണ്. പിന്നെ നേരത്തെ ഒരു 300 ഗ്രാം ഉണക്കമുന്തിരിയിലായിരുന്നു, കഴുകി വൃത്തിയാക്കി, അതും കൂടെ വയ്ക്കുന്നുണ്ട്. 300 ഗ്രാം ഇഞ്ചിയാണ് കേട്ടോ സൈഡിലോട്ട് വെച്ചേക്കുന്നത്, ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അതിനുശേഷം നാരങ്ങയുടെ തൊലിയാണ് 4 കഷ്ണമായിട്ട് മുറിച്ചാണ് ഞാൻ 4 കഷ്ണമായിട്ട് മുറിച്ചാണ് കേട്ടോ അമ്മ വെച്ചേക്കുന്നത്. പിന്നെ അതിന് ശേഷം പട്ട 4-5 പീസിലാണ് കേട്ടോ. നിങ്ങൾ എത്ര പീസിലൊന്നും അതിന് കൂടുതൽ വീര്യം വെക്കും കേട്ടോ. വീര്യം ഭയങ്കരമായിട്ട് ആവശ്യമില്ലാത്തവർക്ക് 4-5 വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം ഗ്രാമ്പു 25 എണ്ണം വെച്ച് എടുക്കുന്നുണ്ട്. അതിനും വീര്യത്തിനനുസരിച്ച് തന്നെ കേട്ടോ വെക്കുന്നത്. പിന്നെ ഏലയ്ക്ക ഒരു 15 എണ്ണം വെച്ച് എടുക്കുന്നുണ്ട്. 15-20 നിങ്ങൾക്ക് എടുക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. 15-20 അതിനങ്ങോട്ട് കൂടേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുരുമുളക് 1 ടേബിൾ സ്പൂണായിട്ട് എടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് എല്ലാവരും ഒന്നും എടുക്കുക കേട്ടോ. 1 ടീസ്പൂണല്ല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുക്കണം കേട്ടോ. പിന്നെ അതിനുശേഷം ഒരു ഉണക്കമുളക് എടുത്തിട്ട് ഒരെണ്ണം കാണും കേട്ടോ. ഒരു ഉണക്കമുളക് എടുത്തത് വെട്ടിയെടുക്കുന്നുണ്ട്. കുനുകുന വെട്ടി അത് സൈഡിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ പിഴിഞ്ഞ നാരങ്ങയില്ലേ, ആ നാരങ്ങ വെള്ളം ഒന്ന് സൈഡിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 കിലോ പഞ്ചസാര കേട്ടോ കൂടെ വെച്ചേക്കുന്നത്. പിന്നെ കുറച്ച് 1 ടീസ്പൂൺ തേയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും പഞ്ചസാരയുടെ ആവശ്യമില്ല, 750 ഗ്രാം മതി കേട്ടോ. നമുക്ക് ഈ വൈൻ ഉണ്ടാക്കാൻ വേണ്ടി 250 ഗ്രാം വേറെ ഒരു കാര്യത്തിന് വേണ്ടി വേണം കേട്ടോ. പിന്നെ 750 കേട്ടോ നമുക്ക് ഇതിൽ ആവശ്യം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർക്കണം കേട്ടോ. ഇതിൽ കാണിച്ച ഈ ഉണക്കമുന്തിരിയും ഇഞ്ചിയും നാരങ്ങയും പട്ടയും ഗ്രാമ്പൂ ഏലക്കയും കുരുമുളകും ഉണക്കമുളകും തേയിലയും ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പിറകെ തന്നെ 750 ഗ്രാം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. 750 ഗ്രാം പഞ്ചസാര എടുത്തിട്ട് ഒരു വലിയ സ്പൂൺ എടുക്കുക, അല്ലെങ്കിൽ വലിയ തവി എന്നൊക്കെ പറയാം കേട്ടോ. ആദ്യം എടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് ഏകദേശം യോജിപ്പിക്കാൻ വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് 5 ലിറ്റർ വെള്ളവും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. 5 ലിറ്ററിലെ 10 ലിറ്റർ വെള്ളമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഇരട്ടി സാധനങ്ങളോട് നിങ്ങൾ എടുക്കേണ്ടതാണ് കേട്ടോ. ഈ കാണിച്ച സാധനമൊക്കെ ഇല്ലേ, അതിൻ്റെ ഇരട്ടി എടുക്കണം കേട്ടോ. ഇതിൽ ഒരു ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് കൊച്ചുകുട്ടികൾ മുതൽ വലിയവർക്ക് വരെ കുടിക്കാൻ പറ്റിയ നല്ല വൈനാണ് കേട്ടോ ഇത്. അതിന് ശേഷം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് 10-15 മിനിറ്റ് ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ തീയിലെ മണ്ടയിൽ. പിന്നെ പിറ്റേ ദിവസം നിങ്ങൾ രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത പിറ്റേ ദിവസം രാവിലെ കേട്ടോ. രാത്രിയാണ് ഇത്രയും ചെയ്തെങ്കിൽ പിറ്റേ ദിവസം രാത്രി ബാക്കി കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അതിനുശേഷം കുറച്ച് പഞ്ചസാര എടുത്തിട്ട് നേരത്തെ 1 കിലോ പഞ്ചസാര എടുത്തില്ലായിരുന്നു, 750 ഗ്രാമല്ലേ നമ്മൾ എടുത്താൽ, ബാക്കി 250 ഗ്രാമില്ലായിരുന്നു. അതൊന്ന് ഈ രീതിയിലൊക്കെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും കുറച്ച് വൈൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ കപ്പിൻ്റെ അളവിലാണ് കേട്ടോ വൈൻ എടുത്ത് ഒഴിച്ച് കൊടുക്കുന്നത്. അതൊഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് കലക്കി കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടാണ് കലക്കി കൊടുക്കുന്നത്. കുറച്ചധികം നേരം കലക്കി കൊടുക്കാൻ കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് കലക്കണേ, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും, ഒരു കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുന്നത്. ഇത് പിന്നെ ഫ്രിഡ്ജിൽ വയ്ക്കാൻ കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചധികം ടേസ്റ്റ് ഉണ്ടാവും. ഫ്രിഡ്ജിൽ വയ്ക്കാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഫ്രിഡ്ജ് വയ്ക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ഇല്ലേ, ഇതിന് പഞ്ചസാര ഉരുക്കി ഒഴിക്കുന്നില്ലേ, അത് കളർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ.
കളർ കുറച്ച് അധികം ഇരിക്കട്ടല്ലേ, കുറച്ച് കളർ തോന്നിപ്പിക്കാൻ വേണ്ടി കൂടിയാട്ടെ പഞ്ചസാര അങ്ങോട്ട് ഉരുക്കി ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് കലക്കി കൊടുക്കണം കേട്ടോ, കുറച്ച് അധികം നേരം കലക്കിക്കോ. അതിനുശേഷം ഒരു വൃത്തിയുള്ള വെള്ള തുണി എടുത്തിട്ട് ഒരു പാത്രത്തിൻ്റെ മണ്ടയിൽ വെച്ച് അതിൻ്റെ അവിടെ റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ വല്ല വള്ളിയോ വല്ല കെട്ടിക്കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഈ രീതിയിലാണ് കേട്ടോ അരിച്ചെടുക്കേണ്ടത്. പിന്നെ ക്രിസ്മസ് സീരീസ് ഒക്കെ ഇടാൻ വൈകുന്നത് എക്സാമൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ, സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഇനി ക്രിസ്മസ് സീരീസ് നമുക്ക് ഉടനെ തന്നെ അടുത്ത പാർട്ട് ഇടാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിൽ. നല്ല എളുപ്പമാണ്, നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എല്ലാ വർഷവും നമ്മുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കുന്നതാണ്. നല്ല എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഈ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ. അടുത്ത